സഭാപ്രസംഗി അധ്യായം 9. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സുവെച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യനറിയുന്നില്ല. സർവവും അവരുടെ മുൻപിൽ ഇരിക്കുന്നു താനും. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനവനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണയിടുന്നവനും ഒരുപോലെ ആകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിൻ്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ് നല്ലതല്ലോ. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരിക്കലും ഓഹരിയില്ല. നീ ചെന്ന് സന്തോഷത്തോടു കൂടെ അപ്പം തിന്നുക, ആനന്ദഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രമെല്ലാം ഇപ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിലെ എണ്ണ കുറയാതിരിക്കട്ടെ. സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോട് കൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യൻ്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത്, വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കണിയിലകപ്പെടുന്ന പക്ഷികളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. അതെനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ. എങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവൻ്റെ വാക്കാരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. അധ്യായം 10. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം മാറുമാറാക്കുന്നു. അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലതുഭാഗത്തും മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടതുഭാഗത്തും ഇരിക്കുന്നു. ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. താൻ ഭോഷനെന്ന് എല്ലാവർക്കും വെളിവാക്കും. അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത്. ശാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും. അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിൽ എത്തുകയും ധനവാന്മാർ താണ നിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും
പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നത് ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും, കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് ദണ്ണം വരും, വിറക് കീറുന്നവന് അതിനാൽ ആപത്ത് വരും. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു. മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢൻ്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. അവൻ്റെ വായിലെ വാക്കുകളുടെ ആരംഭം ഭോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു, സംഭവിക്കുവാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും? പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷയിച്ചു പോകുന്നു. ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും ഉള്ള ദേശമേ നിനക്കയ്യോ കഷ്ടം. കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും ഉള്ള ദേശമേ നിനക്ക് ഭാഗ്യം. മടിവ് കൊണ്ട് മേൽപ്പുര വീണു പോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു, ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു. നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ ശയനഗ്രഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഒരോഹരിയെ 7 8 വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്തനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണയിടത്ത് തന്നെ കിടക്കും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ. എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളട്ടെ. വരുന്നതൊക്കെയും മായയത്രേ. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. അധ്യായം 12. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും,
വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. മായ സകലവും മായ അത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശ്യവാക്യം ചമയ്ക്കുകയും ചെയ്തു. ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു. ജ്ഞാനികളുടെ വചനങ്ങൾ ഒടിങ്കോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയുമാകുന്നു. അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ മകനെ, പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ.